ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൂന്തൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോളം കൂന്തലാട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൂന്തൽ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം കൂന്തലിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അത് നമ്മൾ വേവിക്കുമ്പോൾ അത് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് വെന്തോളും. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂന്തലിനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് വേവിക്കേണ്ട ഒരു 1/4 ഭാഗത്തോളം നമ്മൾ വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ വെന്ത് വരട്ടെ. ഇനി മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കൂന്തലൊക്കെ ഒരു 1/4 ഭാഗത്തോളം തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ കൂന്തലിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം ഊറ്റി കളയുന്നില്ല, കാരണം ഇതിലാണല്ലോ ഒരു സത്ത് മൊത്തം ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ 1/4 ഭാഗത്തോളം ഇപ്പോൾ വെന്തിട്ടുള്ളൂ താനും. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയും കൂടി നമ്മൾ കൂന്തൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളത്തിലിട്ടിട്ട് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് കൊടുത്തിരിക്കുന്നത്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നീളത്തിൽ എരിഞ്ഞതാണ്. എന്നിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്വല്പം മതി കേട്ടോ, കാരണം നമ്മൾ കൂന്തലിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. എന്നിട്ട് ഇത് ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം എരിവുള്ള സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം തന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കും. ഇപ്പോൾ എല്ലാ മസാലപ്പൊടികളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ, അത് മാറുന്നത് വരെ നമുക്ക് ഇതിലിട്ട് എണ്ണയിലിട്ടിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കൂന്തലിൽ നിന്നുള്ള വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഒഴിച്ചെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂന്തലിലെ വെള്ളം എടുത്ത് വെച്ചിട്ട് കപ്പയൊക്കെ വെളുത്തുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂന്തലിൻ്റെ ഒക്കെ ചുക വന്ന് നമ്മുടെ കപ്പ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ബാക്കി കൂന്തൽ നമ്മൾ 1/4 ഭാഗത്തോളം വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഈ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ കൂന്തൽ വേവിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ല പോലെ കൂന്തൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളത്തിൽ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ബാക്കി കൂന്തലും കൂടി വെന്തോളും. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് നല്ല പോലെ വരട്ടിയെടുക്കുക. എണ്ണ തെളിയുന്നത് വരെ നമുക്ക് ഇതിലിട്ടിട്ട് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന, ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പൊടികളുടെ അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കൂന്തലിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള വേവും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി വരട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ. അപ്പോൾ ഇതിലിപ്പോൾ മസാലകളൊക്കെ നല്ല പോലെ നമുക്ക് മിക്സാക്കി കിട്ടിയിട്ട് നല്ല പോലെ മസാലയൊക്കെ കൂന്തലിൽ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല പോലെ വരട്ടിയെടുക്കാം.
ഇപ്പോൾ തന്നെ അതാ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിൽ നോക്കിയാൽ കാണാം എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി നമുക്ക് വരട്ടിയെടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടി സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇത് കൂന്തൽ നല്ല പോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ഇതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉണ്ട്. ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തോരം ഡ്രൈനെസ്സിൽ വേണം അതിനനുസരിച്ച് ആ സ്റ്റേജിലാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ്, എനിക്ക് ഇത്രയും മതിയാകും. അതേപോലെ തന്നെ മൺചട്ടി ആയാലും കുറച്ചും കൂടി ചൂട് നിൽക്കും. അപ്പോൾ ഇരുന്നിട്ട് ഒന്നും കൂടി ഡ്രൈ ആയി കിട്ടും. ഇപ്പം ഞാൻ ചട്ടി അടുപ്പത്തു നിന്ന് ഇറക്കി വെച്ചിട്ടും നല്ല പോലെ ആ വെളിച്ചെണ്ണയൊക്കെ തിളയ്ക്കുന്നത് നമുക്ക് കാണാം ചട്ടിയിലെ ചൂട് കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്